ഹലോ പ്രിയപ്പെട്ടവരെ, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ ഉണർവാണ്. ഈ സീസണിൽ കാര്യമായ സംഭാവനകൾ ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്ക് വേണ്ടിയോ ക്ലബിന് വേണ്ടിയോ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ കലിംഗ സൂപ്പർ കപ്പിന് മുന്നോടിയായി പുതിയ പരിശീലകനെ ടീമിലെത്തിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഇതുകൂടാതെ കോഴിക്കോട് ഫുട്ബോൾ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ആക്കാനുള്ള ആലോചനയും നടക്കുന്നുണ്ടെന്നാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനായി മാനേജ്മെൻറ്റ് ISL സംഘാടകരുമായി ചർച്ചകൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടീമിനൊപ്പം ചേർന്നത്. മാത്രവുമല്ല, പുതിയ കോച്ചിൻ്റെ ഫിലോസഫിയിൽ പഴയ പ്ലെയേഴ്സും പുതിയ പ്ലെയേഴ്സും കൂടിച്ചേരണമെന്നും ബ്ലാസ്റ്റേഴ്സ് CEO അഫിക് ചാറ്റർജി അഭിപ്രായപ്പെട്ടു. പക്ഷേ ആരാധകരുടെ സംശയം പഴയ കളിക്കാരായ ലൂണയെയും നോവയെയും പെപ്രയെയുമൊക്കെ പുതിയ കോച്ച് പറഞ്ഞയച്ച് തൻ്റെ കളിരീതിക്ക് അനുയോജ്യമായ പുതിയ കളിക്കാരെ ടീമിലെത്തിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചായ കറ്റാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കളിക്കാരുടെ മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവരണം. കഴിഞ്ഞ സീസൺ മോശമായതുകൊണ്ട് തന്നെ കളിക്കാരുടെ ആവേശം തണുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നിലവിലുള്ള നമ്മുടെ പഴയ കളിക്കാരിലേക്ക് ആ കളിയോടുള്ള ആവേശം തിരികെ കൊണ്ടുവരണം. കൂടാതെ അവരെ ഒരു ടീം എന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. ഇതിലൂടെ കോച്ച് ഉദ്ദേശിക്കുന്നത് പഴയ കളിക്കാരെ ടീമിന് ആവശ്യമാണ് എന്നുള്ളതാണ്. പിന്നീട് കോച്ച് പറയുന്നത് ഗോളുകൾ നേടുന്നത് മാത്രമല്ല, ഗോളുകൾ വഴങ്ങാതിരിക്കുന്നതും പ്രധാനമാണ്. മാത്രവുമല്ല, ടീം പുതുക്കി പണിയുകയും ചെയ്യണം. ഇതിലൂടെ പഴയ കളിക്കാരിൽ മികച്ചവരെ നിലനിർത്തി പുതിയ കളിക്കാരെ പുതിയതായി ടീമിൽ ആഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കളിരീതി കൂടുതൽ ടീമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നാണ് കോച്ച് ഉദ്ദേശിക്കുന്നത്. എന്തായാലും സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച കളി പുറത്തെടുത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. കൂടാതെ അടുത്ത ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഡെർബി മാച്ചിന് കൂടി സാധ്യത കാണുന്നുണ്ട്. കാരണം ഗോകുലം കേരള എന്ന ടീം ISLലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. I-ലീഗ് പോയിന്റ്സ് ടേബിളിൽ മൂന്നാമതുള്ള ഗോകുലം ഞായറാഴ്ച ഡെംപോ ഗോവയുമായി ഏറ്റുമുട്ടുകയാണ്. ഈ മത്സരം ജയിച്ചാൽ ഗോകുലം I-ലീഗ് ചാമ്പ്യന്മാരാകും. കൂടാതെ ISLലേക്ക് പ്രൊമോട്ട് ആവുകയും ചെയ്യും. എന്നാൽ 1ഉം 2ഉം സ്ഥാനക്കാരായ ചർച്ചിൽ ബ്രദേഴ്സ്, ഇന്റർകാശി ടീമുകൾ തോൽക്കുക കൂടി വേണം. പക്ഷേ അങ്ങനെയാണെങ്കിലും അവർ തോക്കുകയാണെങ്കിൽ കൂടി ഗോകുലത്തിന് സാധ്യതകൾ അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും 6-ാം തീയതി ഞായറാഴ്ച ഇടിവെട്ട് മത്സരങ്ങളാണ് I-ലീഗിൽ നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ഗോകുലത്തിൻ്റെ മത്സരം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്